നമസ്കാരം. രസതന്ത്രത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. In the last class, we learned about substitution reaction and addition reaction, and we noted that saturated compounds undergo substitution reaction, unsaturated compounds undergo addition reactions. ഇനി അതായത് നമ്മൾ പൂരിത സംയുക്തങ്ങൾ അല്ലെ, ആൽക്കൈൻ പോലെയുള്ള പൂരിത സംയുക്തങ്ങളാണ് ആദേശരാസപ്രവർത്തനം തരുന്നത്. എന്നാൽ ആൽക്കൈൻ പോലെയുള്ള അപൂരിത സംയുക്തങ്ങളാണ് എന്ത് തരിക, അഡീഷൻ രാസപ്രവർത്തനങ്ങൾ തരിക എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ. ഇനിയും വേറെ റിയാക്ഷൻസ് നമ്മൾ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു അല്ലേ, ആൽക്കൈനും തരുന്ന മറ്റ് റിയാക്ഷൻസ്. അതിലൊന്നാണ് പോളിമറൈസേഷൻ. What do you mean by polymerization? Polymerization is the process in which a large number of simple molecules combine under suitable condition to form a complex molecule. The products formed are called polymers. അതായത് അനേകം ലഘു തന്മാത്രകൾ അനുകൂലമായ സാഹചര്യത്തിൽ ഒന്നിച്ചു ചേർന്ന് ഒരു സങ്കീർണമായ തന്മാത്ര ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ആ തന്മാത്രകളെ, അതായത് ഉണ്ടാകുന്ന ഉൽപ്പന്നത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പോളിമർ. നിങ്ങൾ ധാരാളം പോളിമേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. നിങ്ങൾക്കറിയാവുന്ന പോളിമേഴ്സ് ഇതൊക്കെയാണ്. ഈ പോളിമേഴ്സിൽ തന്നെ എന്തുണ്ട്, നാച്ചുറൽ പോളിമേഴ്സും ഉണ്ട്, മാൻമെയ്ഡ് പോളിമേഴ്സും ഉണ്ട് അല്ലേ, സിന്തറ്റിക് ആയിട്ടുള്ള പോളിമേഴ്സും ഉണ്ട്. ഏതൊക്കെ ഈ പ്രകൃതിദത്ത പോളിമറുകൾ നിങ്ങൾക്കറിയാവുന്നത്? സിൽക്ക് അല്ലേ, സിൽക്ക്, അതുപോലെ തന്നെ വൂള്. ഇനി ജനറലായിട്ട് പറയുകയാണെങ്കിൽ പ്രോട്ടീൻസ്, സെല്ലുലോസ്, DNA ഒക്കെ പോളിമേഴ്സാണ്. അതുപോലെ തന്നെ നാച്ചുറൽ റബ്ബർ, അതും ഒരു പോളിമറാണ്. അടുത്തായിട്ട് സിന്തറ്റിക് പോളിമേഴ്സ്, അതായത് മാൻമെയ്ഡ് പോളിമേഴ്സ്. ഏതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മാൻമെയ്ഡ് പോളിമേഴ്സ്? പ്രധാനമായിട്ടും പോളിത്തീൻ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, പോളിത്തീൻ ബാഗുകൾ, പോളിത്തീൻ കവറുകൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പോളിമറാണല്ലേ. ഏതാണ് അതിൻ്റെ മോണോമർ? എന്താ ഈ മോണോമർ എന്ന് പറഞ്ഞാൽ? പോളിഈഥീൻ എന്ന് പറയുന്നത് പോളിമർ അല്ലേ. ആ പോളിഈഥീൻ ഉണ്ടായത് എങ്ങനെയാണ്? അനവധി യൂണിറ്റുകൾ കൂടി ചേർന്നതാണ് പോളിമർ. മോണോമർ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് അല്ലെ, ലഘു തന്മാത്രകൾ കൂടി ചേർന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുത്തെ മോണോമറാണ് ഏത്, ഈഥീൻ. അങ്ങനെ large number of ethene molecules combine എങ്ങനെ, under high pressure and temperature in the presence of catalyst we will get polyethylene or polyethylene. എങ്ങനെ നമുക്കിത് എഴുതാൻ നോക്കാം കേട്ടോ. എന്താണ് ഈഥീൻ്റെ സ്ട്രക്ചർ? CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ, CH2 double bond CH2 plus CH2 double bond CH2 plus CH2 double bond CH2. ഇങ്ങനെ അനവധി ലക്ഷക്കണക്കിന് ഈഥീൻ തന്മാത്രകൾ സംയോജിക്കണം. എന്നിട്ട് നമുക്ക് എന്തുണ്ടാവാണ്, ഒരു പോളി ഈഥീൻ. നമുക്ക് എങ്ങനെ എഴുതാം ഇത് ശരിക്കും? CH2 ഉണ്ടോ, ഇതിങ്ങനെ തുടരുകയാണ് അല്ലേ. ഉണ്ടോ? അപ്പോൾ ഇത് മൂന്നെണ്ണം നമ്മളിതാ ഇങ്ങനെ എഴുതിപ്പോയി. ഇപ്പോൾ CH2 ഇത് കമ്പൈൻ ചെയ്തു, അപ്പോൾ ഈ ഡബിൾ ബോണ്ടൊക്കെ പോയി. ഇതാണ് പോളിത്തീൻ. ഇത് എത്ര, N ടൈംസ് നമ്മൾ ലാർജ് നമ്പർ ഓഫ് ഈഥീൻ മോളിക്യൂൾസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എങ്ങനെ എഴുതാം? NCH2 ഡബിൾ ബോണ്ട് CH2 gives CH2 single bond CH2 n times. കണ്ടോ?
ഇത് രണ്ടും രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് പോളിത്തീൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. കണ്ടോ? അപ്പോൾ എങ്ങനെ ഒരു പോളിമറൈസേഷൻ റിയാക്ഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? ഇനി മറ്റൊരു മാൻമെയ്ഡ് പോളിമറാണ് ഏത്? PVC. നിങ്ങൾ ധാരാളം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണല്ലേ PVC. എന്താ PVCയുടെ ഫുൾ ഫോം? ഏതാ? പോളി വിനൈൽ ക്ലോറൈഡ്. എന്താണ് PVC? അപ്പോൾ അപ്പോൾ ഇതാണ് ഏത്? പോളിത്തീൻ അല്ലേ? പോളി ഈഥീൻ ഓർ പോളി എഥിലീൻ എന്നും പറയാം. പോളിത്തീൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയാണിത്. ഇനി അടുത്തത് PVC അല്ലേ? എന്തിനു വേണ്ടി PVC യൂസ് ചെയ്യുക? PVC യൂസ്ഡ് ടു മേക്കിംഗ് പൈപ്പ്സ് അല്ലേ? PVC പൈപ്പ്. അപ്പോൾ PVC പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അവിടുത്തെ മോണോമർ ഏതായിരിക്കും? വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ക്ലോറോ ഈഥീൻ. എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക? ക്ലോറോ ഈഥീൻ. എങ്ങനെ? ഈഥീൻ അല്ലേ? ഡബിൾ ബോണ്ട്, 2 കാർബൺ ആറ്റം. CH2 ഡബിൾ ബോണ്ട് CH2 ക്ലോറോ ഈഥീൻ ആണ്. കണ്ട? Cl. ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് ക്ലോറോ ഈഥീൻ. അപ്പോൾ എന്ത് ചെയ്ത്? N ടൈംസ് ഓഫ് ഗീവ്സ് എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ട് നമ്മൾ എഴുതണ്ട, അല്ല അത് ബ്രേക്കായി. എന്നിട്ട് എന്തായി? CH2 സിംഗിൾ ബോണ്ട് ഇവിടെ CHCl കേട്ടോ. CH2Cl അല്ല, CHCl. CHCl N ടൈംസ് കണ്ടിന്യൂഷൻ. കണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ PVC. PVCയുടെ മോണോമറാണ് ഏത്? ക്ലോറോ ഈഥീൻ എന്ന് പറയും, അല്ലെങ്കിൽ വിനൈൽ ക്ലോറൈഡ്. ക്ലിയർ ആയി എല്ലാവർക്കും? ഇനി മറ്റൊരു പോളിമർ ടെഫ്ലോൺ. കേട്ടിട്ടുണ്ടല്ലേ? ടെഫ്ലോൺ ഈസ് എ പോളിമർ ഫെമിലിയർ ടു അസ്. എന്താണ് ടെഫ്ലോൺ? ടെഫ്ലോൺ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടെഫ്ലോൺ ഇസ് യൂസ്ഡ് ഫോർ എവിടെയാണ്? കോട്ടിങ് അല്ലേ? ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് എന്താണ്? നോൺ സ്റ്റിക്ക് കുക്ക് വെയർസ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നിങ്ങൾ ധാരാളം ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന വളരെ ഡിമാൻഡുള്ള ഒരു പാത്രമാണല്ലേ നോൺ സ്റ്റിക്ക്. അതിൻ്റെ കോട്ടിങ്, ഉള്ളിലുള്ള കോട്ടിങ് എന്താണ്? ടെഫ്ലോൺ ആണ്. ഏതാണ് ടെഫ്ലോണിൻ്റെ മോണോമർ? ഇപ്പോൾ ടെട്രാഫ്ലൂറോ ഈഥീൻ. ഏതാണ് മോണോമർ? ടെട്രാഫ്ലൂറോ ഈഥീൻ. നമുക്ക് എങ്ങനെ സ്ട്രക്ചർ വരയ്ക്കാം? CF2 ഡബിൾ ബോണ്ട് CF2. ഇതാണ് ടെട്രാഫ്ലൂറോ ഈഥീൻ. ഇതിൻ്റെ N ടൈംസ് വിൽ ഗെറ്റ് CF2 സിംഗിൾ ബോണ്ട് CF2. കണ്ടോ? അപ്പോൾ വളരെ എളുപ്പത്തിൽ അല്ലേ? അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പോളിമർ പ്രോഡക്റ്റ് എഴുതുക എന്ന് മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെയാണ് ആ റിയാക്ഷൻസ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ടെഫ്ലോൺ. ഉണ്ടോ? അപ്പോൾ അതാണ് ടെഫ്ലോൺ. അപ്പോൾ ഇത് 3 നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ, പോളിമറൈസേഷൻ റിയാക്ഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കുക. ഈ 3 റിയാക്ഷൻസ് ആണ് കേട്ടോ. പോളി ഈഥീൻ ഓർ പോളി എത്തിലീൻ, പിന്നെ ഏതാണ്? PVC, ടെഫ്ലോൺ. പക്ഷേ മറ്റൊന്നുകൂടി ഉണ്ടല്ലോ, ഐസോപ്രീൻ എന്ന് പറയും. നാച്ചുറൽ റബ്ബറാണ്. അപ്പോൾ പോളി ഐസോപ്രീൻ, പ്രകൃതിദത്ത റബ്ബർ, അതൊരു എന്താണ്? പോളിമറാണ്. അപ്പോൾ അതിൻ്റെ മോണോമർ സാധാരണ ചോദിക്കാറുണ്ട് ഐസോപ്രീൻ. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഈ ടേബിൾ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ ടേബിളിൽ എന്തൊക്കെയുള്ളത്? 3 കോളം ഉണ്ട് അല്ലേ? ഇതൊക്കെയാണ് മോണോമർ, പോളിമർ, യൂസസ്. ഫസ്റ്റ് എന്തായിരിക്കണേ? പോളിമർ തന്നിട്ടുണ്ട്. ഏതാണ്? PVC. അപ്പം അതിൻ്റെ മോണോമർ ഏതാ? എഴുതിയില്ല എല്ലാവരും? ഏതാ മോണോമർ? വിനൈൽ ക്ലോറൈഡ് അഥവാ ക്ലോറോ ഈഥീൻ. ഓക്കെ. എന്താണ് ഈ PVCയുടെ യൂസ്? നമ്മൾ പറഞ്ഞു അല്ലേ, ഫോർ മേക്കിംഗ് പൈപ്പ്സ്. എഴുതാം. നെക്സ്റ്റ് വൺ ഏതാ? മോണോമർ അവിടെ തന്നിരിക്കണേ അല്ലേ? ഏതാ മോണോമർ തന്നിരിക്കണേ? ഈഥീൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതാ പോളിമർ? പോളി ഈഥീൻ ഓർ പോളി എത്തിലീൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോളിത്തീൻ ഉപയോഗിക്കുക? എന്തിനു വേണ്ടിയിട്ടാണ്? പാക്കേജിങ് ഫിലിം, ഗ്രോസറി ബാഗ്സ്, പിന്നെ വയർ ആൻഡ് കേബിൾ ഇൻസുലേഷൻസ് അല്ലേ? പിന്നെ
പിന്നെ എന്തിനാണ് ഉപയോഗിക്കുക? ടോയ്സ്, അതുപോലെ തന്നെ ഹൗസ് വെയർസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ് ഇത് പോളിത്തീൻ. നിങ്ങൾക്ക് ധാരാളം കണ്ടിട്ടുള്ളതാണ് പോളിത്തീൻ. ഇനി അടുത്തേതാ? നാച്ചുറൽ റബ്ബർ അല്ലേ, പോളി ഐസോപ്രീൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാച്ചുറൽ റബ്ബറിൻ്റെ യൂസ്? എന്താ? പ്രധാനമായിട്ടും മെഡിക്കൽ ഡിവൈസസ്, സർജിക്കൽ ഗ്ലൗസ്, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്സ്, പിന്നെ എന്ത് പറയാം, ടോയ്സ്, കാർ ടയേഴ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട്, ക്ലോത്ത്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? നാച്ചുറൽ റബ്ബർ ഉപയോഗിക്കപ്പെടും. മറ്റൊന്ന് ഏതാ? ടെഫ്ലോൺ. ടെഫ്ലോണിൻ്റെ മോണോമർ ഏതാ? ഏതാണ്? ടെട്രാഫ്ലൂറോ ഈഥീൻ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ അല്ലേ? ഈ വർക്ക്ഷീറ്റ് കൃത്യമായി ചെയ്തുല്ലോ അല്ലേ? ഉപയോഗം പറഞ്ഞു. എന്താണ്? യൂസ്ഡ് ഫോർ കോട്ടിംഗ് ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് എന്താണ്? നോൺ സ്റ്റിക്ക് കുക്ക് വെയർ. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഫിൽ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് റിയാക്ഷൻ. അപ്പോൾ പോളിമറൈസേഷനുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? എന്താ പോളിമറൈസേഷൻ, ഏതൊക്കെയാണ് പോളിമേഴ്സിന് എക്സാമ്പിൾസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പോളിമറൈസേഷൻ റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ. ഇനി മോണോമർ, പോളിമർ കിട്ടിയ മോണോമർ എങ്ങനെ കണ്ടെത്താം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയും ഇഷ്ടം പോലെ പോളിമേഴ്സ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ പഠിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് റിയാക്ഷനിലേക്ക് പോവുകയാണ്. ഏതാണ്? കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ്, അതായത് ജ്വലനം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ജ്വലനം അഥവാ എന്താണ് കമ്പഷൻ എന്നറിയണം. ഇപ്പം നിങ്ങൾക്കറിയാം, മോസ്റ്റ് ഓഫ് ദ ഹൈഡ്രോ കാർബൺസ് ആർ യൂസ്ഡ് ആസ് ഫ്യൂവൽസ് അല്ലേ? ഇന്ധനമായിട്ട് ഇഷ്ടംപോലെ ഹൈഡ്രോ കാർബണുകളാണ് മിക്കവാറും പല ഇന്ധനങ്ങൾ, LPG, കെറസിൻ, അതുപോലെ തന്നെ എന്താണ് ഡീസൽ, പെട്രോള്, ഇതൊക്കെ നമ്മൾ അറിയാമല്ലോ ഫ്യൂവൽസായിട്ട് ഉപയോഗിക്കപ്പെടാം. ഇതൊക്കെ ഹൈഡ്രോ കാർബൺസ് ആണല്ലേ. അപ്പോൾ എന്താണ് ഫ്യൂവൽ? വാട്ട് ഈസ് എ ഫ്യൂവൽ? ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ഹീറ്റ് എനർജി ഡ്യൂറിങ് കമ്പഷൻ അല്ലെ? ജ്വലന ഫലമായി താപോർജ്ജം സ്വതന്ത്രമാക്കാൻ കഴിവുള്ളവയാണ് ആര്? ഇന്ധനങ്ങൾ. നിങ്ങൾക്കറിയാം. അപ്പോൾ വെൻ ഹൈഡ്രോകാർബൺസ് ബേൺസ്, ദേ കമ്പൈൻ വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ അലോങ് വിത്ത് heat and light. This process is called combustion. അതായത് ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ വായുവിലെ ഓക്സിജനുമായി സംയോജിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാവണം. ഒപ്പം തന്നെ എന്തുണ്ടാവുന്നുണ്ട്? താപവും പ്രകാശവും ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഈ പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പേര് പറയുക? ജ്വലനം എന്ന് പറയും. ഇപ്പോൾ പോളിമറൈസേഷൻ എന്നുള്ള ആ പ്രക്രിയ തന്നത് ആരായിരുന്നു? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയിരുന്നു അല്ലേ? എന്നാൽ ഈ ജ്വലനം എല്ലാതരം ഹൈഡ്രോ കാർബൺസും, അതായത് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൻ, ഇത് മൂന്നും തരുന്ന റിയാക്ഷനാണ് ഏത്? കമ്പഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതാമല്ലോ. അപ്പോൾ മീഥേൻ്റെ കമ്പഷൻ. മീഥേൻ എന്താ? മീഥേൻ്റെ മോളിക്കുലർ ഫോർമുല CH4. അപ്പോൾ CH4 കമ്പഷൻ എന്ന് പറയുമ്പോൾ +O2. എന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, പിന്നെ എന്തും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞു? താപം അല്ലെ? ഹീറ്റ്. അപ്പോൾ ഈ കമ്പഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് അല്ലേ? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഈ എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഇത് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ കാരണം അല്ലേ? ഇനി ഇവിടെ എന്തു പറയാം? ഇപ്പോൾ മീഥേൻ്റെ ഇനി ഇത് ബാലൻസ് ചെയ്യണം. ഈക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യാം? 1 കാർബൺ ഓക്കെ, 4 ഹൈഡ്രജൻ, ഇവിടെ 2 ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു 2 ആഡ് ചെയ്തു. അപ്പോൾ എത്ര ഓക്സിജനായി? ഇവിടെ എത്ര ഓക്സിജനായി? 2O, ഇവിടെ 2. അപ്പോൾ 4O പറയുമ്പോൾ എത്ര O2? 2O2. എന്തോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാം അല്ലേ? പക്ഷേ ഹൈഡ്രോ കാർബൺസ് വിത്ത് ലാർജ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, അവിടെ എന്താ? അണ്ടർഗോ കമ്പസ്റ്റൻ. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആർ ദ പ്രോഡക്ട്സ്. പക്ഷെ അതിനെ ബാലൻസ് ചെയ്യുക പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഫോർ എക്സാമ്പിൾ പെൻറ്റീൻ ഇസ് എ മോളിക്കുലർ ഫോർമുല ഓഫ് പെൻറ്റീൻ C5H10 അല്ലേ? പ്ലസ് O2 gives CO2 plus H2O plus heat.
പക്ഷേ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്നായി നോക്കി വരുമ്പോൾ വിഷമമാണ്. അപ്പം അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ഒന്നാണ് ഇത്. ബാലൻസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫോർമുല ഇതാണ്. അതായത് CXHY പ്ലസ് എക്സ് പ്ലസ് വൈ ബൈ 4O2 gives XCO2 പ്ലസ് y by 2H2O. അങ്ങനെ ഒരു ഫോർമുലയുണ്ട്. അതിനൊക്കെ ഈസി ആയിട്ട് ഒരു കാര്യം പറയാം. എത്ര കാർബൺ ഉണ്ടോ അത്ര കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിൻ്റെ പകുതി ജലം. അത് ഓർക്ക്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പോൾ എത്രയായി? 5CO2. എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിൻ്റെ പകുതി ജലം. ഇപ്പോൾ എത്രയായി? 5H2O. ഇനി ഓക്സിജനെ ബാലൻസ് ചെയ്യാം. ഓക്സിജനെ ബാലൻസ് ചെയ്യാമെന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടില്ല. 2 10, ഇവിടെ 15 15 15O. 15O എന്ന് പറഞ്ഞാൽ എത്ര ഒട്ടുവാ? 7.5 ഒട്ടു അല്ലേ? അപ്പം നമുക്കിവിടെ 7.5 ഒട്ടു എന്ന് എഴുതാം. ഈ 7.5 ഒട്ടു എന്നൊക്കെ എഴുതാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എല്ലാവരുടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്താവും ആൻസർ? 2C5H10 plus 15O2 gives 10CO2 plus 10H2O. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ ബാലൻസ്. ഇനി അടുത്ത് ബ്യൂട്ടേൻ്റെ ജ്വലനം. ബ്യൂട്ടേൻ എന്ന് പറയുന്നത് മെയിൻ കമ്പോണൻറ്റ് ഇൻ ദ LPG. ഡൊമസ്റ്റിക് ഫ്യൂവൽ ആണല്ലേ LPG. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഡൊമസ്റ്റിക് ഫ്യൂവൽ ആണ് ഏത്? വീടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഇന്ധനമാണ് ഏത്? LPG. ആ LPGയിലെ മുഖ്യ ഘടകം ഏതാ? ബ്യൂട്ടേൻ. ആ ബ്യൂട്ടേൻ്റെ ജ്വലനം, അതായത് ബ്യൂട്ടേൻ കമ്പഷന് വിധേയമാക്കുമ്പോൾ അപ്പോൾ എന്തൊക്കെ കിട്ടുക നോക്കാം. ബ്യൂട്ടേൻ എന്താണ്? C4H10 പ്ലസ് O2 gives CO2 പ്ലസ് H2O പ്ലസ് ഹീറ്റ് കേട്ടോ. ഇവിടെ നോക്കൂ എങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? C4H10 ഇപ്പോൾ 4 അല്ലേ? നമ്മൾ 4CO2. മനസ്സിലായല്ലോ എങ്ങനെ ബാലൻസ് ചെയ്യാന്ന്? ഇവിടെ 5H2O. ഇപ്പം എത്രയോ? ഇവിടെ 5O, ഇവിടെ 8. അപ്പോൾ 8ഉം 5 13. 13O പറയുമ്പോൾ 6.5 O2 നമ്മൾ ഡബിൾ ആക്കി. അപ്പോൾ എന്ത് കിട്ടി? 2C4H10 പ്ലസ് 13O2 gives 8CO2 പ്ലസ് 10H2O. നിങ്ങളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം LPG ഒരു ഗ്യാസ് സിലിണ്ടർ പറയുമ്പോൾ എത്ര അതിൻ്റെ വെയിറ്റ് എന്നറിയാം, എത്ര ഗ്യാസ് അതിൽ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ അതൊക്കെ കമ്പഷന് വിധേയമാവുമ്പോൾ എത്ര കണ്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. വെറും 2 molecules ഓഫ് ബ്യൂട്ടേൻ ഇത് ജ്വലനത്തിന് വിധേയമാകുമ്പോൾ 8 molecules ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണേ. ഒപ്പം തന്നെ 13 molecules ഓഫ് ഓക്സിജൻ ഉപയോഗിക്കണമുണ്ട്. ഏറുന്നല്ലത് ഉപയോഗിക്കപ്പെടണം. അപ്പോൾ ഓക്സിജൻ ഉപയോഗിക്കണമുണ്ട് എന്നിട്ടോ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വന്തമാക്കണം. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു കാരണം നമുക്ക് മനസ്സിലായി അല്ലേ? ഇത് കൃത്യമായി നമ്മൾ സർവേ ഒക്കെ നടത്തിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സിമ്പിൾ പ്രൊജക്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന LPG അപ്പോൾ എത്ര കണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു പ്രധാന കാരണം തന്നെയാണ് ഇവയുടെ ജ്വലനം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് റിയാക്ഷൻ ഏതാണ്? തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം. പേരിൽ തന്നെ ഉണ്ടല്ലേ താപീയ വിഘടനം. എന്താ താപീയ വിഘടനം എന്ന് പറഞ്ഞാൽ അർത്ഥം? ചൂടാക്കുന്നതിൻ്റെ ഫലമായി, താപം കൊടുക്കുന്നതിൻ്റെ ഫലമായി വിഘടിക്കുക എന്നർത്ഥം അല്ലേ? അപ്പോൾ വിഘടനം സംഭവിക്കുക ആർക്കാ? ഭാരം കൂടിയ തന്മാത്രകളാണെങ്കിൽ. അപ്പോൾ തന്മാത്രഭാരം കൂടുതലുള്ള ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി വിഘടിക്കും. ഈ പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പേര് പറയുക? താപീയ വിഘടനം. അപ്പോൾ എന്താ തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഹൈഡ്രോ കാർബൺസ് വിത്ത് ഹൈ മോളിക്കുലാർ മാസസ് വെൻ ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ undergo decomposition to form hydrocarbons with lower molecular masses. This process is called thermal cracking. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അതായത് നമ്പർ ഓഫ് പ്രോഡക്ട്സ് മെയ്ഡ് ഇൻ ദിസ് വേ.
Propane is one of the simplest hydrocarbon which can undergo thermal cracking. Thermal cracking, താപീയ വിഘടനത്തിന് വിധേയമാകുന്ന ഏറ്റവും ലഘുവായ ഘടനയുള്ള ഹൈഡ്രോകാർബൺ ആണ് ഇത് പ്രൊപ്പൈൻ. അതേസമയം ഈഥേനൊക്കെ ഭാരം വളരെ കുറവാണല്ലോ, അവയൊന്നും തെർമൽ ക്രാക്കിങ്ങിന് വിധേയാവില്ല. അപ്പോൾ നമുക്ക് നോക്കാം പ്രൊപ്പൈൻ്റെ തെർമൽ ക്രാക്കിങ്ങിൻ്റെ റിയാക്ഷൻ ഒന്ന് എഴുതി കേട്ടോ. പ്രൊപ്പൈൻ, എന്താ പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ CH3 CH2 CH3 അല്ലേ പ്രൊപ്പൈൻ. പ്രൊപ്പൈനെ താപീയ വിഘടനത്തിന് വിധേയമാക്കണു. തെർമൽ ക്രാക്കിംഗ്, സബ്ജക്റ്റഡ് ടു തെർമൽ ക്രാക്കിംഗ്. പ്രൊപ്പൈൻ അണ്ടർഗോ തെർമൽ ക്രാക്കിംഗ്. അപ്പോൾ വിച്ച് ആർ ദ പ്രോഡക്ട്സ്? സിമ്പിൾ മോളിക്യൂൾസ്, സിമ്പിളായിട്ട് മാറും. നമ്മൾ പറഞ്ഞു എന്താണ് ഹൈഡ്രോകാർബൺസ് വിത്ത് ലോവർ മോളിക്കുലാർ മാസസ് എന്ന് പറയും. ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ? നോക്കിയോക്കൂ, ഇതൊന്ന് നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടിയത് കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇവിടെ C3C ശരി, പിന്നെ 4 4 8 ശരിയല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ഈഥീൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈഥൈൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക. ഈഥീനും പിന്നെ എന്താ കിട്ടിയത്? മീഥൈൻ. അപ്പോൾ നമുക്ക് അറിയാമല്ലേ, നമുക്ക് ആൽക്കീനും കണ്ടെത്തറിയാം. അതിൻ്റെ മോളിക്കുലർ ജനറൽ ഫോർമുല അറിയാം. അപ്പോൾ ആ ജനറൽ ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ സ്ട്രക്ചർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അത്രേ വേണ്ടു. ഏതെങ്കിലും ആൽക്കീനോ ആൽക്കൈനോ ഒക്കെ കിട്ടാം. അപ്പോൾ when saturated hydrocarbons are subjected to thermal cracking, അപ്പോൾ the products contain unsaturated hydrocarbon and saturated hydrocarbon. രണ്ടും വരാം, അൺസാച്ചുറേറ്റഡും വരാം സാച്ചുറേറ്റഡും വരാം. ഇനി നമുക്ക് കുറച്ചും കൂടിയും വലിയ തന്മാത്രകൾ, കൂടുതൽ കാർബൺ ആറ്റമുള്ള ഹൈഡ്രോകാർബണുകളെ നമുക്ക് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കി വെക്കാം കേട്ടോ. താപീയ വിഘടനത്തിന് വിധേയമാക്കാം. ഫോർ എക്സാമ്പിൾ ഹെക്സീൻ മതി. ഹെക്സീൻ്റെ ഘടന എന്താണ്? ഹെക്സീൻ എന്ന് പറയുമ്പോൾ C6H12 അല്ലേ. നമ്മൾ മോളിക്കുലർ ഫോർമുല എഴുതിയാൽ മതിയല്ലോ അല്ലേ, C6H12. ഇനി വേണമെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല എഴുതാം കേട്ടോ. ഗീവ്സ്, ഇതിന് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാം? C6H12 നമുക്കൊരു CH4 ഉണ്ടാക്കാം, പിന്നെ ഒരു C3H4 ഉണ്ടാക്കാം. അല്ലേ, C3H4 ഉണ്ടാക്കാം. വേറെ എന്താ പറ്റുക? C2H4 ഉണ്ടാക്കാം അല്ലേ, ശരിയല്ലേ? നോക്കൂ, C3 1 4 2 6 കാർബൺ. ഓക്കെ, പിന്നെ 4 4 8 4 12 ഹൈഡ്രജൻ. കിട്ടിയില്ലേ? ഇതിൻ്റെ പേരാണ്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലേ. ഏതായത് ഒരു ആൽക്കൈൻ മീഥൈൻ. ഇത് എക്സിസ്റ്റ് ചെയ്യണില്ലേ? ഏതാണിത്? ഏതാ? പ്രൊപ്പൈൻ അല്ലേ. പ്രൊപ്പൈൻ ഒരു ആൽക്കൈൻ ആണല്ലേ. ഇതോ? ഇതേതാ? ഈഥീൻ. കണ്ടോ? അപ്പോൾ ഇതെല്ലാ ഹൈഡ്രോകാർബൺസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകും. ഇനി വേറെ രീതിയിൽ നമുക്ക് ഇതിന്ന് കിട്ടാം പ്രോഡക്റ്റ്. ഇതൊരു വേ. മറ്റേ എന്താവാം? നമുക്ക് വേണമെങ്കിൽ C2H6 പ്ലസ് C4H6 എഴുതി കൂടെ. C4H6 എന്തായി? 6 6 12. കണ്ടോ? അപ്പോൾ ഇത് കൂട്ടിയത് കിട്ടണം. ഈ സംഭവം നമ്മൾ ഒരു ആൽക്കൈനോ ആൽക്കൈനോ ആവണം അല്ലേ. ഇതിൻ്റെ പേരെന്താ? ഈഥേൻ. ഇതിൻ്റെ പേരോ? ബ്യൂട്ടൈൻ. കണ്ടോ? ഇനിയും വേറെയും പ്രോഡക്ട്സ് ഉണ്ടാക്കാം. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വെൻ ഹൈഡ്രോകാർബൺസ് വിത്ത് ലാർജ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അണ്ടർഗോ തെർമൽ ക്രാക്കിംഗ്, കാർബൺ ചെയിൻ എന്ത് ചെയ്യണു? അണ്ടർഗോ ക്ലീവേജ് ഓർ ബ്രേക്കിംഗ് നമ്പർ ഓഫ് വേസ്. പല രീതിയിലും എന്ത് ചെയ്യാം? ഇവ വിഘടിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ വലിയ തന്മാത്രകൾ, അതായത് ഇങ്ങനെയുള്ള കൂടുതൽ കാർബൺ ആറ്റമുള്ള ഹൈഡ്രോകാർബണുകൾ
താപീയ വിഘടനത്തിന് വിധേയമാവുമ്പോൾ എന്തുണ്ടാവണു? പലതരത്തിലും അവ വിഘടിക്കപ്പെടാം. അപ്പോൾ അത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഇതിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ സ്വഭാവം, നേച്ചർ. പിന്നെ ടെമ്പറേച്ചർ, അവിടെ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ, പ്രഷർ, ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് വ്യത്യാസപ്പെടാം. അപ്പോൾ നിങ്ങൾക്കതൊന്നും പഠിക്കാതെ നിങ്ങൾ ഏത് രീതിയിൽ എഴുതിയാലും ഇവിടെ കൂട്ടിയത് കിട്ടുന്നുണ്ടോ മാത്രമേ അവിടെ നോക്കുള്ളൂ. ആ രീതിയിൽ നമുക്കവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് തെർമൽ ക്രാക്കിംഗ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വേറെയും എക്സാമ്പിൾസ് ഒക്കെ എഴുതാം കേട്ടോ. പോരെ? ഈ ഇത്രയും എക്സാമ്പിൾസ് മതിയല്ലോ അല്ലേ? ഇനി നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഒരു പോളിമർ അല്ലേ? അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഈ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്ത് സാധിക്കും? അതിനെ സിംപ്ലസ്റ്റ് മോളിക്യൂൾസാക്കി മാറ്റാലോ അല്ലേ? അങ്ങനെ സിംപ്ലസ്റ്റ് മോളിക്യൂൾസാക്കി മാറ്റിയിട്ട് അങ്ങനെ വരുന്ന സമയത്ത് അവ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പൊല്യൂഷനൊക്കെ, ഒരു പരിധിവരെ പൊല്യൂഷനെ, മലിനീകരണം തടയാൻ അതുകൊണ്ട് സാധിക്കും. ഈ പ്ലാസ്റ്റിക്കിൻ്റെ, അതായത് ഈ പോളിമറുകളെ സിംപ്ലസ്റ്റ് മോളിക്യൂൾസാക്കി മാറ്റുക. ഇതേപോലെ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടമാണത്. അതുപോലെ തന്നെ എത്രയോ പ്രോഡക്ട്സ് ഇതൊന്ന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു മെച്ചാണ്. കിട്ടിയോ? അപ്പോൾ ഇത്രയും 5 റിയാക്ഷൻസാണ് നമ്മൾ പഠിച്ചത്. ഇനി അതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ 2 വർക്ക്ഷീറ്റുകൾ ഉണ്ടല്ലേ? കണ്ടോ? 2 ടേബിളുകൾ. അതിൽ ഒരു ടേബിളിൽ എന്താണ്? കുറേ ഇക്വേഷൻസ് തന്നിട്ട് പ്രോഡക്ട്സിൻ്റെ ഭാഗത്തും ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇവിടെ നോക്കിക്കോളൂ നിങ്ങൾ ആ ടേബിള്. എന്നിട്ടോ ഫില്ല് ചെയ്തതിന് ശേഷം ഓരോ റിയാക്ഷനും ഏതാണെന്ന് കൂടി നിങ്ങളവിടെ എഴുതണം. മനസ്സിലായോ? അപ്പോൾ അതാണ് ഒരു അസൈൻമെൻറ്റ്. മറ്റൊന്ന് നെക്സ്റ്റ് ടേബിൾ നോക്കൂ. അതിലെന്താ തന്നിരിക്കുന്നത്? 3 കോളുണ്ട്. എന്നിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞിരിക്കണു? മാച്ച് ചെയ്യാൻ അല്ലേ? മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ചെയ്യാലോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടെങ്കിൽ ഈ 2 വർക്ക്ഷീറ്റും കൃത്യമായി ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ആൻസർ പറയാം, കറക്റ്റാണോ നോക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക്സ്.